ഹലോ, വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ആൻഡ് എക്സസൈസ് ബൈ മൃദു. അപ്പോൾ തക്കാളി, ഉള്ളി ഇതെല്ലാം ഇവിടെ ചോപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി മസാലകളൊന്ന് സെറ്റാക്കാം കേട്ടോ. ഈ മസാല ഇട്ട് വെച്ചിരിക്കുന്ന ഈ ബോക്സ് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ആദ്യം ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇത്രയുമാണ് ഇട്ട് വെച്ചിരുന്നത്. പക്ഷേ ഓരോ സമയത്ത് തീരുന്നത് കൊണ്ട് നമുക്കത് കഴുകിയിട്ട് പുതിയതായിട്ട് പാക്കറ്റ് പൊട്ടിച്ചിടാൻ പറ്റാത്തത് കൊണ്ട് ഞാനത് മാറ്റിയിട്ട് സ്പൈസസ് ആക്കി. ഇതാവുമ്പോൾ അത്ര ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ എനിക്ക് ഇതുകൊണ്ട് അത്ര ഉപയോഗം എനിക്ക് തോന്നിയില്ല. അതായത് പൗഡേഴ്സ് ഇടാനുള്ള ബുദ്ധിമുട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ സ്പൈസസ് ഒക്കെ ഇടാനൊക്കെ ഓക്കെ ആണെന്നാണ് എനിക്ക് ഈ ഒരു ബോക്സ് തോന്നിയത്. ഈ ഒരു കണ്ടെയ്നർ 1+1 ആണ്. താഴെ ലിങ്ക് ഉണ്ട്, ഇഷ്ടമുള്ളവർക്ക് നോക്കാം. ഇപ്പം ഞാൻ എന്തുണ്ടാക്കാൻ വേണമെന്ന് അറിയാം. അപ്പോൾ പറയാം കേട്ടോ. ആദ്യം തന്നെ ജീരകം എടുത്ത് കുറച്ച് എണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്യുക സ്ലൈറ്റായിട്ട്. അപ്പോൾ നിറയെ ഉണ്ടല്ലോ എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടൊമാറ്റോ പുലാവാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ടിട്ടുണ്ട്, ബേ ലീഫ് ഇട്ടിട്ടുണ്ട്, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് നന്നായി വട്ടിയെടുക്കുക. അപ്പോൾ ഇതൊരു 1 പോട്ട് മീലാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കി തീരാവുന്നതേ ഉള്ളൂ. അപ്പോൾ റൈസ് ഒന്നും നേരത്തെ വേവിച്ച് വെക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂടെ ഒന്നിച്ച് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് റൈസ് കുക്കറിലാണ്. റൈസ് കുക്കർ ഇടയ്ക്കിടയ്ക്ക് പൊടുത്തിയില്ലെങ്കിൽ അത് കേട് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് റൈസ് കുക്കറിൽ ഒരു ടൊമാറ്റോ പുലാവ് ഉണ്ടാക്കാൻ വിചാരിച്ചു. കുറച്ച് ടൊമാറ്റോ ഒക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനിട്ടത് ഉള്ളിയും പച്ചമുളകുമാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നന്നായി വാട്ടിയെടുക്കുക. പിന്നെ ടൊമാറ്റോ ഞാൻ 3 എടുത്തത്. അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഉപയോഗിക്കാം. പക്ഷേ സ്ലൈറ്റായിട്ടൊരു പുളീൻ്റെ ഒരു ടേസ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ റൈസ് ആകും. അതായത് തക്കാളി സാദം എന്ന് പറയുമല്ലോ. അപ്പോൾ ആ ഒരു സാധനത്തിൻ്റെ ടേസ്റ്റിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടൊമാറ്റോ കുറച്ച് ലെസ്സാക്കി 3 എടുത്തിട്ടുള്ളൂ. അത് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അരച്ച് വെച്ചിട്ടില്ല. ഇപ്പോൾ ഞാനൊരു കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി വാട്ടണം. അപ്പോൾ ലാസ്റ്റ് എണ്ണ കറക്റ്റായി വരും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കാണുമ്പോൾ എണ്ണ കൂടുതലായിട്ട് തോന്നും. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തത് മല്ലിപ്പൊടിയാണ്. പിന്നെ ഇതിന് വലിയ സമയമൊന്നും വേണ്ട കേട്ടോ. ഒരു 15 to 20 മിനിറ്റ്സ് മതി ചോപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ അരി ആകുന്ന നേരെ വേണ്ടു. ഇപ്പോൾ ഞാൻ 3 തക്കാളി ചോപ്പ് ചെയ്തതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഇളക്കുക. പിന്നെ കുറച്ച് എണ്ണ മുന്തി നിന്നാലും കുഴപ്പമൊന്നുമില്ല. അതിന് അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ടാകും. ലാസ്റ്റ് കുറച്ച് ഗരം മസാല ഇടുക. അത്രയും ആവശ്യമുള്ളൂ. വേണ്ടവർക്ക് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ അതിലേക്ക് പീസ് എടുത്ത് കൊടുത്തിട്ട് പീസ് ഓൾറെഡി ഞാൻ വേവിച്ച് വെച്ചതാണ്. ഞാൻ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച പീസിൽ നിന്നും വേവിച്ച് വെച്ച പീസിൽ നിന്നും കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ നമ്മുടെ ടൈം സേവ് ചെയ്യാം, ഗ്യാസും സേവ് ചെയ്യാം കേട്ടോ. ഇങ്ങനെയുള്ളതിൽ നിന്നൊക്കെ കുറച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ, അതുപോലെ ചോപ്പ് വെജിറ്റബിൾസൊക്കെ ഞാൻ കുറച്ച് മാറ്റി വെക്കാറുണ്ട് നമ്മുടെ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പണിയും എളുപ്പമാണ്, മാത്രമല്ല ഗ്യാസും ലാഭം. അപ്പോൾ ഇതിലിട്ട് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വാട്ടി കുറച്ച് നേരം മൂടി വെച്ചു. അതൊന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ഞാനിവിടെ ബസ്മതി റൈസാണ്, പുലാവ് റൈസാണ് എടുത്തിരിക്കുന്നത്. കഴുകി ഒരു അരമണിക്കൂർ ഞാൻ സോക്ക് ചെയ്ത് വെച്ചു. അത് ഞാൻ റൈസ് കുക്കറിൻ്റെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ വെജിറ്റബിൾസ്, വാട്ടിയ വെജിറ്റബിൾസ്, മസാലയൊക്കെ ഇട്ട് വാട്ടിയ വെജിറ്റബിൾസും കൂടെ അതിലേക്ക് ഇട്ട് 1.5 കപ്പ് റൈസിന് 3 ഗ്ലാസ് വെള്ളം എന്ന കണക്ക് എനിക്ക് കറക്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട്, ഈ സമയത്ത് നന്നായിട്ട് ഉപ്പിട്ട് കൊടുത്തില്ലെങ്കിൽ കറക്റ്റായില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാകും. ലേറ്റർ ഓൺ ചോറൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ മിക്സായി വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ഒന്ന് നോക്കണം ഉപ്പ് കറക്റ്റാണോ എന്നുള്ളത്. കുറച്ച് മുന്തി നിന്നാലും കുഴപ്പമില്ല, അത് വെന്ത് വരുമ്പോൾ കറക്റ്റാവും. ഇപ്പോൾ ഇത് വോമിലാണ് നിൽക്കുന്നത്. ഞാനത് കുക്കിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ സെറ്റായിട്ടുണ്ട്. അത് വോമിലേക്ക് വന്നു അതിൻ്റെ ബട്ടൺ. അപ്പോൾ ഇത് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ ഗ്രെയിൻസ് നല്ല നീളമുള്ളതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാം. പക്ഷേ ഉണ്ടല്ലോ, ഞാനിങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ അതെല്ലാം ഉടഞ്ഞു പോയി. പക്ഷേ കുഴപ്പമില്ല, പുലാവല്ലേ, സാരമില്ല എന്ന് വിചാരിച്ചു. ബിരിയാണി ആണെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് അതിൻ്റെ ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ഗ്രെയിൻസിൻ്റെ അത് നമുക്ക് ഫോർക്ക് കൊണ്ടൊക്കെ പതിയിക്കാം. ഇത് ഞാൻ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തതുകൊണ്ട് ഗ്രെയിൻസൊക്കെ പൊടിഞ്ഞു പോയ പോലെ തോന്നി. ബട്ട് ഓക്കെ, നല്ല അടിപൊളി, നല്ല ടേസ്റ്റുള്ള ഒരു ടൊമാറ്റോ പുലാവായിരുന്നു. പീസൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ജസ്റ്റ് ഒരു ബീട്രൂട്ടിൻ്റെ പിക്കിൾ മാത്രമാണ് ഒരു ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ച് സാലഡും. വേറെ ഒന്നും ആവശ്യമില്ല. നല്ല അടിപൊളി, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുക. മടിയൊക്കെ പിടിക്കുന്ന ദിവസങ്ങൾ ചോറ്, കറി, കൂട്ടാൻ ഇങ്ങനെ വെക്കാനൊക്കെ മടിയുണ്ടെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ട് വേഗം ഉണ്ടാക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ലഞ്ച് പാക്ക് ചെയ്തു. ഞാൻ 2 ലഞ്ച് പാക്ക് ചെയ്തു. അത് ഞാൻ ചിലപ്പോൾ കൂടുതൽ വേണം എന്ന് തോന്നുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്ന് ചെറുതിലൊന്ന് പാക്ക് ചെയ്ത് വെച്ചത്. അപ്പോൾ ഇതെൻ്റെ ലഞ്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ കുറച്ച് സാലഡ്, അതായത് കുക്കുംബറും ഉള്ളിയും കൂടെ മിക്സ് ചെയ്തിട്ട് തൈരിലിട്ട സാലഡാണത്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഒരു 1 പോട്ട് മീലാണ്. അപ്പോൾ പാക്ക് ചെയ്തു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.